ഞങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾ ഹിന്ദുക്കളാണ്. അള്ളാഹു ഞങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ മതം നിങ്ങളെ രക്ഷിക്കില്ല, പക്ഷേ അത് നിങ്ങളുടെ മരണത്തിന് കാരണമാകും. ഞങ്ങൾ വളരെ ഉന്നതരും ശക്തരുമാണ്. ആർമി നഴ്സിംഗ് കോളേജിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തുകൊണ്ട് പാക് ഹാക്കർമാർ പറഞ്ഞിരിക്കുന്ന സന്ദേശം ഇങ്ങനെയാണ്. ഹാക്ക് ചെയ്ത വെബ്സൈറ്റിൽ കുറിച്ചിരിക്കുന്ന വരികളാണിത്. ഇവരുടെ സന്ദേശത്തിലൂടെ തന്നെ വ്യക്തമാണ് ഇവിടെയും മതം തലയ്ക്ക് പിടിച്ച മതഭ്രാന്തന്മാരാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിരിക്കുന്നതെന്നതും. രാജ്യത്തെ മറ്റൊരു ഗാസയാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്നതാണ് ചിലർ വിലയിരുത്തുന്നത്. മതം നോക്കി തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവർ ഹിന്ദു ആണോ എന്ന് നോക്കിയാണ് ഭീകരർ കൊലപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ഇവർ ചെയ്യുന്നത് വഴി സ്വന്തം നാട്ടിലെ ജനങ്ങളെ കൊടും പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ഒക്കെയാണ് തള്ളിവിടുന്നത് എന്നുപോലും ചിന്തിക്കാതെയാണ് ഇക്കൂട്ടർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതും. പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവർ ഈ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിരിക്കുന്നതും. ആക്രമണത്തിന്റെ മറവിൽ അവർ പാക് പൗരന്മാർ ഇന്ത്യയിൽ വീണ്ടും പൂന്തു വിളയാടുകയാണ് എന്നതാണ് തെളിയിക്കുന്നതും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാക്കർ ഗ്രൂപ്പായ ടീം ഇൻസെയിൻ PK ആണ് ഈ ഒരു ആർമി കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിരിക്കുന്നതും. ഹാക്ക് ചെയ്യപ്പെട്ട വെബ്സൈറ്റിൽ ഹാക്കർമാർ ദ്വിരാഷ്ട്ര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പ്രകോപനപരമായ ഒരു സന്ദേശവും പങ്കിട്ടിട്ടുണ്ട്. നഴ്സിംഗ് സ്ഥാപനം സ്വയം ഭരണാധികാരത്തോടെ തന്നെ പ്രവർത്തിക്കുന്നതെന്നും സൈബർ ആക്രമണം കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യ പാകിസ്ഥാനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം നടന്നിരിക്കുന്നത്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുക, പാകിസ്ഥാൻ വിസകൾ റദ്ദാക്കുക, ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉപദേഷ്ടാക്കളെ പുറത്താക്കുക എന്നിങ്ങനെയുള്ള നടപടികൾ ഇന്ത്യ കൈക്കൊള്ളുകയാണ് ചെയ്തതും. അതേസമയം വെബ്സൈറ്റിലെ സന്ദേശം ഇങ്ങനെയായിരുന്നു: നമ്മുടെ മതവും ആചാരങ്ങളും വിശ്വാസങ്ങളും തമ്മിൽ മൈലുകൾ അകലെയാണ്. അത് ഞങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നു. ദ്വിരാഷ്ട്ര സിദ്ധാന്തം വെറും ഒരു ആശയമായിരുന്നില്ല, സത്യമാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾ ഹിന്ദുക്കളാണ്. അള്ളാഹു ഞങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ മതം നിങ്ങളെ രക്ഷിക്കില്ല, പക്ഷേ അത് നിങ്ങളുടെ മരണത്തിന് കാരണമാകും. ഞങ്ങൾ വളരെ ഉന്നതരും ശക്തരുമാണ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യക്കാരിലുമുണ്ട് വിഷം തീനികളായ ചില തീവ്രവാദികൾ എന്ന് തെളിയിക്കുന്ന ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതും. രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുവാനും ശബ്ദമുയർത്തുവാനും തുനിയുന്ന ഇവർക്കെതിരെ കടുത്ത നടപടി തന്നെ എടുക്കേണ്ടതും അനിവാര്യമാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് പോസ്റ്റിട്ട കർണാടക സ്വദേശിയായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തുവന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നത്. നിച്ചു മംഗളൂരു എന്ന ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു ആ ഒരു വിദ്വേഷം നിറഞ്ഞതും അതുപോലെ കലാപത്തിന് പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതും. ഇതിനെതിരെ ഉടനടി തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. നിച്ചു മംഗളൂരു എന്ന ഫേസ്ബുക്ക് ഉപഭോക്താവിനെതിരെയാണ് കേസെടുത്തതും. ഉള്ളാൽ സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു FIR രജിസ്റ്റർ ചെയ്തതും. അതുപോലെ തന്നെ യുവാവ് പങ്കുവച്ച പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ, അതുപോലെ കലാപത്തിന് പ്രേരിപ്പിക്കൽ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കേസ് എടുത്തിരിക്കുന്നത്. യുവാവ് പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ തന്നെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നു വരികയും സമൂഹത്തിന്റെ സമാധാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോസ്റ്റ് പങ്കുവച്ചതെന്ന് പരാതിക്കാരൻ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തത്. പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ തന്നെ ഈ പരാതിക്കാരൻ പോലീസിന് കൈമാറുകയും ചെയ്തു. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല, പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്നായിരുന്നു ലഭിച്ചിരുന്ന വിവരങ്ങൾ. നിലവിൽ യുവാവിന്റെ ചിത്രങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.